അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. അതായത് ഇപ്പോൾ 1 ഇൻറ്റു സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാറുള്ളത് കേട്ടോ, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് ഇത്. വല്ലപ്പോഴും എക്സാമിനൊക്കെ ചെറിയ ഒരു മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യാറുണ്ട്, ഇപ്പോൾ √1 ഇൻറ്റു √1 നിങ്ങൾ എങ്ങനെ സാധാരണ ചെയ്യാറുള്ളത്? √1 ഇൻറ്റു 1 എഴുതും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം? √1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. √1 എന്ന് പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, ശരി, ഇത് ശരിയാണ്. പക്ഷേ √-1 ഇൻറ്റു √1, √-1 ഇൻറ്റു √1 ഇതും നിങ്ങൾ ഇതുവരെ ചെയ്തിരുന്നത് എങ്ങനെയാണ്? -1 ഇൻറ്റു 1 ദാറ്റ് ഈസ് ഈക്വൽ ടു √-1 അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു √-1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പഠിച്ചല്ലോ. എന്താണ് ഇപ്പോൾ പഠിച്ചത്? I ആണ്. അടുത്തത് അപ്പം ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് രണ്ടും പോസിറ്റീവ്, √2 പോസിറ്റീവ് അല്ലേ? ഇത് ഒന്ന് നെഗറ്റീവ്, ഒന്ന് പോസിറ്റീവ്. ഇനി ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. അങ്ങനെയാകുമ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത്? 1 ഇൻറ്റു -1 √-1 ദാറ്റ് ഈസ് ഈക്വൽ ടു I. ഓക്കെ, അതും ഓക്കെ. ഇത് രണ്ടും നെഗറ്റീവ്, √-1 ഇത് നിങ്ങൾ എങ്ങനെ ചെയ്യുക? സാധാരണഗതിയിൽ എങ്ങനെയാണ് ചെയ്തിരുന്നത്? -1 ഇൻറ്റു -1 അല്ലേ? ദാറ്റ് ഈസ് √+1. √+1 എന്ന് പറഞ്ഞാൽ 1 അല്ലേ? പക്ഷേ ഇത് നമ്മൾ കോംപ്ലക്സ് നമ്പേഴ്സിൽ നോക്കുകയാണെങ്കിൽ √-1 എന്ന് പറഞ്ഞാൽ എന്താ? I ആണ്. I ഇൻറ്റു ഇതെന്താണ്? I ആണ്. അപ്പോൾ I² വരും. I² എന്താ? -1 ആണ്. അപ്പോൾ അവിടെ ഒരു കോൺട്രഡിക്ഷൻ വന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ √A ഇൻറ്റു √B എന്ന് പറയുന്നത് ഇത് തെറ്റാണ്. ഏതാണ് ശരി? ഇതാണ് ശരി. ഓക്കെ, √ABക്ക് ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു ആണ്. എപ്പോ? ഇത് രണ്ടും നെഗറ്റീവ് അല്ലേ? അതായത് എപ്പോഴാണത് തെറ്റായി വരുന്നത്? ഇഫ് A<0യും B<0 നെഗറ്റീവ്, ബിയും നെഗറ്റീവ് ആകുമ്പോൾ എന്തല്ല? ഇതാണ് റിസൾട്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തു വെക്കുക. അപ്പോൾ ഏതൊക്കെ കേസിലാണ് അത് ശരിയാവുന്നത്? ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്. എപ്പോഴൊക്കെയാണ് അത് ശരിയാവുന്നത്? എപ്പോഴൊക്കെയാണ്? ഇഫ് A<0 B>0 ആകുമ്പോഴും A>0 B>0 ആകുമ്പോഴും A>0 B>0 ആകുമ്പോഴും അല്ലേ? എപ്പോഴൊക്കെയാണ് അത് ട്രൂ ആവുന്നത്? ഇഫ് A>0 B>0 അല്ലെങ്കിലോ A>0 B>0 അല്ലെങ്കിലോ A>0 B>0. ഈ 3 കേസിലും √A ഇൻറ്റു √B എന്ന് പറഞ്ഞാൽ ഏതിനോട് ഈക്വലാണ്? √ABക്ക് ഈക്വലാണ്. ഇതൊന്ന് ഓർത്തു വെക്കുക. അപ്പോൾ എപ്പോഴാണ് അത് തെറ്റാവുന്നത്? രണ്ടും നെഗറ്റീവ് ആകുമ്പോൾ, രണ്ടും <0 ആകുമ്പോൾ. നെക്സ്റ്റ്, അടുത്ത കുറച്ച് ഐഡൻറ്റിറ്റീസ് ആണ്. നിങ്ങൾ സാധാരണ നിങ്ങൾ പഠിച്ചത് തന്നെയാണ്, പക്ഷെ ഇതിൽ 2 കോംപ്ലക്സ് നമ്പേഴ്സ് ആണെന്ന് മാത്രമേ ഉള്ളൂ. Z1 ഒന്നാമത്തത് ഐഡൻറ്റിറ്റീസ്, Z1 + Z2 ഹോൾ സ്ക്വയർ. സാധാരണ A+B ഹോൾ സ്ക്വയർ എങ്ങനെയാണ്? A² + 2AB + B² എന്നല്ലേ? അതുപോലെ തന്നെ ഇതിനെ നമുക്ക് എന്ത് എഴുതാം? Z1² + 2Z1 Z2 പ്ലസ് അല്ലേ 2AB അല്ലേ? 2Z1 Z2 + Z2². ഇത് നമുക്ക് ആവശ്യമാണ് കേട്ടോ, നമുക്ക് പ്രോബ്ലത്തിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ Z1 - Z2 ഹോൾ സ്ക്വയർ എന്തായിരിക്കും? അപ്പോൾ പ്ലസ് ആയപ്പോൾ ഫുൾ പ്ലസ് ആണ്, മൈനസ് ആകുമ്പോഴോ Z1² - 2Z1 Z2 -2Z1 Z2 അല്ലേ? പിന്നെ -Z2 ഹോൾ സ്ക്വയർ, അപ്പോൾ പ്ലസ് വരും, +Z2².
കാണാതെ പഠിക്കുക ഐഡൻറ്റിറ്റീസ്. അതുപോലെ തന്നെ Z1 + Z2 ഹോൾ ക്യൂബിന് നമുക്ക് എങ്ങനെ എഴുതാം? Z1 + Z2 ഹോൾ ക്യൂബ് a + b ഹോൾ ക്യൂബ് അറിയാലോ. a ക്യൂബ് പ്ലസ് 3a² b പ്ലസ് 3ab² b ക്യൂബാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? Z1 ക്യൂബ് പ്ലസ് 3 × Z1² 3 × Z1² × Z2 പ്ലസ് 3 × Z1 × Z2² 3 × Z1 × Z2² പ്ലസ് Z2 ക്യൂബ്. അതേപോലെ തന്നെ Z1 - Z2 ഹോൾ ക്യൂബ് എങ്ങനെ എഴുതാം? Z1 ക്യൂബ് പിന്നെ പ്ലസ് 3 × Z1² × -Z2. അപ്പോൾ എന്ത് വരും? -3Z1² Z2. അടുത്തത് 3 × Z1 × -Z2² ദാറ്റ് ഈസ് പ്ലസ് 3Z1 Z2² minus Z2 whole cube മനസ്സിലായല്ലോ? എന്താണ് Z1 ക്യൂബ് ആദ്യം, പിന്നെ 3 × ഇതിൻ്റെ സ്ക്വയർ Z1² × -Z2 3a² b എന്നല്ലേ, ഇതിൻ്റെ സ്ക്വയർ ഇൻറ്റു b എന്ന് പറയുമ്പോൾ -Z2 വരും. അപ്പോൾ -3Z1² Z2 പിന്നെ 3 × Z1 × ഇതിൻ്റെ ഹോൾ സ്ക്വയർ, അപ്പോൾ അത് പോസിറ്റീവ് ആവും. അപ്പോൾ 3Z1 Z2² പിന്നെ Z2 ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ മൈനസിൻ്റെ ഹോൾ ക്യൂബ് മൈനസ് അല്ലേ, അപ്പോൾ -Z2 ഹോൾ ക്യൂബ്. അതുപോലെ തന്നെ Z1² - Z2 ഹോൾ സ്ക്വയർ a² - b² എന്താ? a - b × a + b അല്ലേ. അപ്പോൾ ഇതിനെ എങ്ങനെ എഴുതാം? Z1 - Z2 × Z1 + Z2. നെക്സ്റ്റ് മോഡുലസ് ആൻഡ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇമ്പോർട്ടൻ്റ് ആണ് മോഡുലസ് കാണാനും, ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് കാണാനും കോൺജുഗേറ്റ് കാണാനും. സാധാരണ ആദ്യം മോഡുലസിൻ്റെ കാര്യം പറയാം. മോഡുലസ് ഒരു കോംപ്ലക്സ് നമ്പർ ജനറലായിട്ട് Z = x + iy എന്ന് പറയുന്ന ഒരു കോംപ്ലക്സ് നമ്പറാണ് വിചാരിക്കുക. നമ്മളൊരു XY പ്ലെയിനിൽ അതിനെ എങ്ങനെ അടയാളപ്പെടുത്താം? x(x') x y(y') സെൻറ്റർ, ഇതാണ് XY ആക്സിസ് നമ്മൾ വരച്ചു. നമുക്ക് x + iy അടയാളപ്പെടുത്താം. ജനറൽ ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ആ പോയിൻ്റ് എന്ന് വിചാരിക്കുക P. അപ്പോൾ ആ പോയിൻ്റ് നമ്മൾ കോർഡിനേറ്റ്സ് എടുക്കാവൂ, അതായത് എക്സും വൈയും. ആ പോയിൻ്റ് എക്സും വൈയും ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരത്തെയാണ് ആ നമ്പറിൻ്റെ സാധാരണ ഇതിൻ്റെ പോയിന്റ് XY കോർഡിനേറ്റ് ആണെങ്കിലും ഇത് ശരിക്കും എന്താണ്? x + iy ആണ്. x + iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറിൻ്റെ പോയിൻ്റാണ്. അത് നമ്മൾ പോയിൻ്റ് ആക്കി എഴുതുമ്പോൾ ഇങ്ങനെയാണ് കോർഡിനേറ്റ്, ഇതിൻ്റെ എക്സും ഇതിൻ്റെ വൈയും അങ്ങനെയാണ് അടയാളപ്പെടുത്താറുള്ളത്. അപ്പോൾ സാധാരണ അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ വരക്കുകയാണെങ്കിൽ, പോയിന്റിൽ നിന്ന് x ആക്സിസിലേക്ക് പെർപെൻഡിക്കുലർ വരക്കുകയാണെങ്കിൽ ഇതായിരിക്കും x ഡിസ്റ്റൻസ്, ഇതായിരിക്കും y ഡിസ്റ്റൻസ്. മനസ്സിലായോ? അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിളായി, നിങ്ങൾക്കറിയാം റൈറ്റ് ട്രയാങ്കിളായി, മട്ടത്രികോണായി. മട്ടത്രികോണാണെങ്കിൽ അതിൻ്റെ ഈ സൈഡ് എങ്ങനെ കണ്ട് ഇത് എക്സും വൈയും ആണെങ്കിൽ നിങ്ങൾക്കറിയാം ഇതെന്താണ്? √(x² + y² ആണ് അല്ലേ? ബേസ് സ്ക്വയർ പ്ലസ് ഹൈറ്റ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഒറിജിനിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്കുള്ള ഈ ഒരു ദൂരത്തെയാണ് എന്ത് പറയുക? മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇതൊരു കോംപ്ലക്സ് നമ്പറാണ്. ഏത് കോംപ്ലക്സ് നമ്പറാണ്? Z = x + iy എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പറാണ്. അതിൻ്റെ കോർഡിനേറ്റ്സ് അങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, എങ്കിൽ
മോഡുലസ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്ന് ആ ഒരു പോയിന്റിലേക്കുള്ള ആ കോംപ്ലക്സ് നമ്പറിലേക്കുള്ള ആ ദൂരത്തെയാണ് എന്ത് പറയുക, മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഹിയർ മോഡ് സെഡ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ദൂരമാണെന്ത്, മോഡുലസ് ഓഫ് സെഡ്. Therefore that is equal to root of x square plus y square. ഇമ്പോർട്ടൻ്റ് ആണ്. സിംപ്ലി സ്മോൾ ആർ എന്നും സൂചിപ്പിക്കാറുണ്ട്. ഏതിനെ, മോഡുലസ് ഓഫ് സെഡിനെ സിംപ്ലി ആർ എന്നും സൂചിപ്പിക്കാറുണ്ട്. അപ്പോൾ മോഡുലസ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ എങ്ങനെ കാണുക, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് കണ്ടാൽ മതി. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ചോദിക്കുകയാണ്, നോക്കുക. ഇപ്പോൾ z ഈസ് ഈക്വൽ ടു 1 + i. ഇതിൻ്റെ മോഡുലസ് കാണാൻ ചോദിച്ചു, ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ മോഡുലസ് കാണാൻ ചോദിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മോഡ് സെഡ് എങ്ങനെ കാണാം, റൂട്ട് ഓഫ് ഇടുക അല്ലേ, എക്സ് സ്ക്വയർ. ഇത് ഏത് ഫോമില, എക്സ് പ്ലസ് ഐ വൈ എന്നുള്ള ഫോമില. ഹിയർ എക്സ് ഈസ് ഈക്വൽ ടു 1ഉം y എന്താ, ഐ കൂട്ടാതെ എഴുതണം, y ഈക്വൽ ടു 1 അല്ലേ, 1i അല്ലേ, അപ്പോൾ 1ഉം. അപ്പോൾ റൂട്ട് ഓഫ് എന്ത് വരും, 1² + 1² ദാറ്റ് ഈസ് ഈക്വൽ ടു √2. അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് ആ ഒരു കോംപ്ലക്സ് നമ്പറിലേക്കുള്ള ആ അകലം, ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √2 ആണ്. അതൊരിക്കലും നെഗറ്റീവ് ആവില്ല, നിങ്ങൾക്കറിയാമല്ലോ, മോഡുലസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല. ഡിസ്റ്റൻസ് നവർ നെഗറ്റീവ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ അതും കൂടെ പറയാം. എന്താണ് കോൺജുഗേറ്റ് ഓഫ് എ കോംപ്ലക്സ് നമ്പർ? ഒന്നുമില്ല, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് ഒരു ജനറൽ കോംപ്ലക്സ് നമ്പർ എങ്കിൽ അതിനെ കോൺജുഗേറ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത് z ബാർ എന്നാണ്. z ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് മൈനസ് ഐ വൈ ആയിരിക്കും അതിൻ്റെ കോൺജുഗേറ്റ്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാനുണ്ട്. കുറച്ച് നോട്ട്സാണ്, കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെക്കേണ്ടതാണ്. ഇപ്പോൾ z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണ് എങ്കിൽ അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ ചോദിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. അതിൻ്റെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, z ഇൻറ്റു ഡാഷ് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി എന്താണ്, 1 ആയിരുന്നു. അപ്പോൾ z-നെ ഏതുകൊണ്ട് ഗുണിച്ചാലാണ് 1 ആവുക, 1/z കൊണ്ട് ഗുണിച്ചാലാണ് എന്ത് 1 ആവുക. അതുകൊണ്ട് ഈ 1/z-നെയാണ് എന്ത് പറയുക, മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്ന് പറയാം. മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ഓഫ് z എന്ന് പറയാം. അപ്പം നമുക്ക് ഈ z-നെ എങ്ങനെ എഴുതാം? z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 1/z എന്ന് പറഞ്ഞാൽ എന്താണ്, 1/x + iy. ഓക്കെ, ഈ 1/z ആണ് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞു. അതിനെ സിമ്പിളായിട്ട് അടയാളപ്പെടുത്തുന്നതാണ് z ഇൻവേഴ്സ്. എന്താണ് z ഇൻവേഴ്സ്? z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 1/x + iy അല്ലേ. എങ്ങനെ 1/x + iy കാണുക? ഡിവിഷൻ അല്ലേ. നമ്മൾ സാധാരണ എങ്ങനെ ഡിവിഷൻ ചെയ്തിരുന്നേ, ഡിനോമിനേറ്ററിൻ്റെ കോൺജുഗേറ്റ് കൊണ്ട് ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്ററിനെയും ഗുണിക്കുക. അപ്പോൾ എന്താ വരിക, 1 ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ അല്ലേ കോൺജുഗേറ്റ്, ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു എക്സ് മൈനസ് ഐ വൈ. ശരിയല്ലേ, ഗുണിക്കുക. 1 ഇൻറ്റു എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ തന്നെ വരും എക്സ് മൈനസ് ഐ വൈ ഡിവൈഡഡ് ബൈ, ഇതെങ്ങനെ ഗുണിക്കുക നമുക്കറിയാലോ, എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്താ വരിക, a² - b², ദാറ്റ് ഈസ് x² - b² എഴുതുമ്പോൾ ബി മൊത്തമായിട്ട് എടുക്കാൻ മറക്കരുത്, iy² വരും അല്ലേ. That is equal to x minus iy whole divided by x² i² y² വരും. x² minus i² y². i² എന്ന് പറഞ്ഞാൽ -1 അല്ലേ, -y² -y² എന്നാ വരിക അല്ലേ, കാരണം i² എന്ന് പറഞ്ഞാൽ -1 ആണ്. അപ്പോൾ -y², മൈനസ് ഇൻറ്റു മൈനസ് എന്ത് വരും, പ്ലസ് വരും. അപ്പോൾ +y² വരും. ശരിയല്ലേ?
അപ്പോൾ എന്താ കിട്ടിയത് നമുക്ക്? Z ഇൻവേഴ്സ്. Z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് Z ബാർ അല്ലേ? Z ഇതാണെങ്കിൽ Z ബാർ എന്താണ്? എക്സ് മൈനസ് കോൺജുഗേറ്റ് എക്സ് മൈനസ് ഐ വൈ ആണ്. അപ്പോൾ ഇതിന് നമുക്ക് Z ബാർ എന്ന് എഴുതാം. Z ബാർ ഡിവൈഡഡ് ബൈ, നിങ്ങളിപ്പോൾ പഠിച്ചു മോഡുലസ് ഓഫ് Z എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. പഠിച്ചില്ലേ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ റൂട്ട് സ്ക്വയർ ചെയ്ത് രണ്ട് സൈഡ് സ്ക്വയർ ചെയ്താൽ എന്താ വരിക? മോഡ് Z സ്ക്വയർ ഈ റൂട്ട് പോകും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് വരും. അപ്പോൾ ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിന് പകരം നമുക്ക് എന്ത് എഴുതാം? മോഡ് Z സ്ക്വയർ എന്ന് വരും. ശരിയല്ലേ? ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണ്. Z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു, എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് കാണാൻ എന്ത് ചെയ്താൽ മതി? Z ബാർ ബൈ മോഡുലസ് ഓഫ് Z ഹോൾ സ്ക്വയർ. ഓക്കെ, പിന്നെ ഈ Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്ത്? 1/Z ആണ് അല്ലേ? Z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/Z ആണ്. അതിനെ ഇങ്ങനെയും എഴുതാം. 1/Z ഈസ് ഈക്വൽ ടു Z ബാർ ബൈ മോഡ് Z സ്ക്വയർ. ദാറ്റ് ഇംപ്ലൈസ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും? 1 ഇൻറ്റു മോഡ് Z സ്ക്വയർ. മോഡ് Z സ്ക്വയർ Z ഇൻറ്റു Z ബാർ, Z ബാർ. ഇതും ഓർത്തു വെക്കുക. മോഡ് Z സ്ക്വയർ, ഇത് ചെറിയ ചെറിയ റിലേഷൻസ് ആണ്. മോഡ് Z Z ബാറും തമ്മിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. Z ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു Z ബാർ ബൈ മോഡ് Z സ്ക്വയർ. മോഡ് Z സ്ക്വയർ ഈക്വൽ ടു Z ബാർ എന്നും പറയാം. ഓക്കെ, അടുത്തത് കുറച്ച് റിസൾട്ട്സ് ആണ്. ഫോർ എനി ടു കോംപ്ലക്സ് നമ്പേഴ്സ് Z1 and Z2 we have 1 mod Z1 Z2 equal to mod Z1 into mod Z2. രണ്ടാമത്തെ റിസൾട്ട്, മോഡുലസ് ഓഫ് Z1 by Z2 equal to mod Z1 divided by mod Z2, where mod Z2 not equal to 0. മൂന്നാമത്തത്, മോഡുലസ് ഓഫ് മൈനസ് Z ഈക്വൽ ടു മോഡുലസ് ഓഫ് Z. നാലാമത്തത്, മോഡുലസ് ഓഫ് Z ബാർ ഈക്വൽ ടു മോഡുലസ് ഓഫ് Z. അത് നിങ്ങൾ മനസ്സിലാക്കണം. എന്ത്? Z ബാറിൻ്റെ മോഡുലസും Z-ൻ്റെ മോഡുലസും ഈക്വൽ ആണ്. Z1 Z2 ഹോൾ ബാർ ഈക്വൽ ടു Z1 ബാർ ഇൻറ്റു Z2 ബാർ. സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. അതുപോലെ തന്നെ Z1 പ്ലസ് ഓർ മൈനസ് Z2 ഹോൾ ബാർ ഈക്വൽ ടു Z1 ബാർ പ്ലസ് ഓർ മൈനസ് Z2 ബാർ. ഏഴാമത്തത്, Z1 ബൈ Z2 ഹോൾ ബാർ ഈക്വൽ ടു Z1 ബാർ ബൈ Z2 ബാർ. Z2 നോട്ട് ഈക്വൽ ടു 0. എട്ടാമത്തത്, Z ബാർ ഹോൾ ബാർ ഈക്വൽ ടു Z. Z ബാർ ഹോൾ ബാർ എന്ന് പറഞ്ഞാൽ ഏതിനോട് ഈക്വൽ ആണ്? Z-നോട് ഈക്വൽ ആണ്. നെക്സ്റ്റ്, ആർഗണ്ട് പ്ലെയിൻ. ആർഗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അതിന് വേറെ രണ്ട് പേരുകളുണ്ട്. കോംപ്ലക്സ് പ്ലെയിൻ ഓർ ഗോഷ്യൻ പ്ലെയിൻ. എന്താണ് ആർഗണ്ട് പ്ലെയിൻ? ആർഗണ്ട് പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ XY ആക്സിസിൽ നമ്മൾ കോംപ്ലക്സ് നമ്പറിനെ അടയാളപ്പെടുത്തും. അതെങ്ങനെയൊന്ന് നോക്കാം, എന്നിട്ട് പറയാം. കുറച്ച് എക്സാമ്പിൾസ്, കുറച്ച് കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. Z is equal to 1 plus 2i, Z is equal to minus 1 minus i, Z is equal to 3 plus 3i. 3 കോംപ്ലക്സ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു XY പ്ലെയിനിൽ എങ്ങനെ അടയാളപ്പെടുത്താം? അതിനു വേണ്ടി x ഡാഷ് വരച്ചിട്ടുണ്ട്, y ഡാഷ് വരച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ പോയിന്റ് മാർക്ക് ചെയ്യാം. കോംപ്ലക്സ് നമ്പർ XY പ്ലെയിനിൽ എങ്ങനെ അടയാളപ്പെടുത്താം? 1 plus 2i എന്ന് പറഞ്ഞാൽ 1 2 കോർഡിനേറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ -1 -i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ -1 y കോർഡിനേറ്റ് -1 -i അല്ലേ, ഇതിൻ്റെ കോഎഫിഷ്യന്റ് -1. അപ്പം -1 -1
3+3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ 3 എന്ന് പറയുന്ന കോർഡിനേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. സെൻറ്റർ മാർക്ക് ചെയ്യുക. നമുക്ക് മാർക്ക് ചെയ്യാം XY പ്ലെയിനിൽ. സ്കെയിൽ അടയാളപ്പെടുത്തുക. 1 2 3 -1 -2 -3. Y ആക്സിസിലേക്ക് 1 2 3, താഴേക്ക് -1 -2 -3. 1 2 ഓർഡേർഡ് പെയർ 1 2. 1 ഇതാണ് ഓർഡേർഡ് പെയർ 1 2. X ആക്സിസിൽ 1ഉം Y ആക്സിസിൽ 2ഉം. ഓക്കെ, ഇതാണ് ഏത് കോംപ്ലക്സ് നമ്പർ? 1+2i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. അടുത്തത് -1 -1. X ആക്സിസിൽ -1, Y ആക്സിസിലും -1. ഇതാണ് -1 -i എന്ന് പറയുന്ന പോയിന്റ്. അടുത്തത് 3+3i. X ആക്സിസിൽ 3ഉം Y ആക്സിസിൽ 3ഉം. ഇതാണ് എന്ത്? 3+3i എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ. ഓക്കെ, ഈ അങ്ങനെ XY പ്ലെയിനിൽ കോംപ്ലക്സ് നമ്പേഴ്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, പോയിന്റ് ആക്കി റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഒരു പ്ലെയിനിന് പറയുന്ന പേരാണ് ആർഗണ്ട് പ്ലെയിൻ, അല്ലെങ്കിൽ കോംപ്ലക്സ് പ്ലെയിൻ, അല്ലെങ്കിൽ ഗോഷ്യൻ പ്ലെയിൻ. ഓക്കെ, പിന്നെ ഈ ഒരു ഡയഗ്രത്തിന് പറയുന്ന പേരാണ് എന്ത്? ആർഗണ്ട് ഡയഗ്രാം. ഓക്കെ, ആർഗണ്ട് ഡയഗ്രാം. പിന്നെ നമ്മൾ ഈ ഒരു X ആക്സിസിനെ നമുക്ക് റിയൽ നമ്പേഴ്സാണ്, റിയൽ നമ്പേഴ്സ് അല്ല, റിയൽ പാർട്ടാണ് നമ്മൾ X ആക്സിസിൽ അടയാളപ്പെടുത്തുന്നത് അല്ലേ. ഇതാണ് ഇതിൻ്റെ റിയൽ പാർട്ട്, ഇത് ഇതിൻ്റെ ഇമാജിനറി പാർട്ട്. ഇതിൻ്റെ റിയൽ പാർട്ട്, -1 അതിൻ്റെ ഇമാജിനറി പാർട്ട്. ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. റിയൽ ഇമാജിനറി, റിയൽ ഇമാജിനറി. അപ്പോൾ റിയൽ പാർട്ടുകൾ കംപ്ലീറ്റ് നമ്മൾ X ആക്സിസിലും ഇമാജിനറി പാർട്ടുകൾ കംപ്ലീറ്റ് Y ആക്സിസിലുമാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് റിയൽ പാർട്ടുകൾ അടയാളപ്പെടുത്തുന്ന X ആക്സിസിനെ നമുക്ക് റിയൽ ആക്സിസ് എന്ന് വിളിക്കുന്നു. അതേപോലെ തന്നെ ഇമാജിനറി പാർട്സ് Y ആക്സിസിലാണ്. അതുകൊണ്ട് Y ആക്സിസിനെ നമ്മൾ ഇമാജിനറി ആക്സിസ് എന്നും വിളിക്കുന്നു. ഇതൊക്കെയാണ് റിയൽ ആക്സിസും അതുപോലെ Y ആക്സിസിനെ നമുക്ക് എന്താ പറയുക? ഇമാജിനറി ആക്സിസ്, ഇമാജിനറി ആക്സിസ് എന്നും അടയാളപ്പെടുത്തുന്നു, എന്നും വിളിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് പോളാർ റെപ്രസെൻറ്റേഷൻ ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ പോളാർ റെപ്രസെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് ഇക്വേഷൻ. അതായത് ഒരു 0 അല്ലാത്ത ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് പോളാർ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച്, പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞാൽ സ്മോൾ ആറും തീറ്റയെയുമാണ് പോളാർ കോർഡിനേറ്റ്സ് എന്ന് വിളിക്കുന്നത്. അവ ഉപയോഗിച്ച് നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം? അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ, ഇതൊരു XY പ്ലെയിനിലെ കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ നമുക്കറിയാം ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഈ ദൂരം, അതാണ് അതിൻ്റെ എന്ത്? മോഡുലസ് എന്ന് പറഞ്ഞു അല്ലേ. ഇത് Z = x+iy എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ ഇത് XYയും ഇത് എക്സും ഇത് വൈയും ആയിരിക്കും. അങ്ങനെ ആവുമ്പോൾ ബൈ പൈത്തഗോറസ് തിയറം പ്രകാരം നമുക്ക് ഇതാണ് മോഡുലസ് ഓഫ് സെഡ്, അതായത് ഒറിജിൻ നിന്ന് ആ പോയിന്റിലേക്ക് ദൂരം. അതെങ്ങനെ കാണുക? √(x²) y². അതിനെന്ത് ഇത്? അപ്പോൾ r എന്ന് പറയുന്നത് പോളാർ കോർഡിനേറ്റ് ആണ്. അതുപോലെ തന്നെ തീറ്റയും പോളാർ കോർഡിനേറ്റ്. തീറ്റ എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എക്സ് ആക്സിസും പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസും അതേപോലെ തന്നെ ആ പോയിന്റും കൂടെ മേക്ക് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് തീറ്റ. അപ്പോൾ ഈ ആറും തീറ്റയും ഉപയോഗിച്ച് നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പറിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ഈ ആറിനെയും തീറ്റയെയാണ് എന്ത് പറയുന്നത്? പോളാർ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ച് നമ്മളെ കോംപ്ലക്സ് നമ്പർ ഉണ്ടല്ലോ, അതായത് z = x+iy ഇൻ ടേംസ് ഓഫ് r ആൻഡ് തീറ്റ ഉപയോഗിച്ച് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്
ഇതാ ഫ്രം ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ഒ പി ക്യു അല്ലേ, ഒ പി ക്യു എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒ ക്യു പി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ, ഒ ക്യു പി എന്ന് പറയുന്ന ട്രയാങ്കിൾ റൈറ്റ് ട്രയാങ്കിൾ ആണ്, നിങ്ങൾക്കറിയാം. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ കാണാം? സൈൻ തീറ്റ കാണാം. സൈൻ തീറ്റ എന്ത് കിട്ടും? സൈൻ തീറ്റ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് വൈ ബൈ ആർ അല്ലേ. അതുപോലെ തന്നെ കോസ് തീറ്റയും കിട്ടും. എന്താണ് കോസ് തീറ്റ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, സമീപവശം ബൈ കർണം, ദാറ്റ് ഈസ് എക്സ് ബൈ ആർ. എന്താണ്? എക്സ് ബൈ ആർ. അപ്പോൾ നമുക്ക് സൈൻ തീറ്റയും കിട്ടി, കോസ് തീറ്റയും കിട്ടി. ഇനി നമുക്ക് ഈ ആറും തീറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? എക്സിന് ഇതിൽ നിന്ന് വൈ എഴുതാം, ആർ സൈൻ തീറ്റ. ഇതിൽ നിന്ന് എക്സും എഴുതാം, ആർ കോസ് തീറ്റ. ശരിയല്ലേ? ആർ കോസ് തീറ്റ. Therefore, നമ്മളെ കോംപ്ലക്സ് നമ്പർ z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എ എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് ഐ വൈ, എക്സിന് പകരം ആർ കോസ് തീറ്റയും ആർ കോസ് തീറ്റ പ്ലസ് ഐ അതുപോലെ എഴുതുക, വൈക്ക് പകരം ആർ സൈൻ തീറ്റയും എഴുതാം അല്ലേ. അപ്പം എന്തായി? എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ ആർ സൈൻ തീറ്റ. ആർ ഈസ് കോമൺ ടേക്കിംഗ് ഔട്ട് സൈഡ്, therefore കോസ് ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതിനെയാണ് എന്ത് പറയുന്നത്? പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അതിനെയാണ് എന്ത് പറയുക? പോളാർ ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ. പോളാർ ഫോം ഓഫ് എ, അപ്പം എന്താണ് പോളാർ ഫോം? അല്ലെങ്കിൽ പോളാർ ട്രിഗണോമെട്രിക് ഫോം എന്നും പറയും. z ഈസ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ഈക്വൽ ടു ആർ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ. ഇതിനെയാണ് എന്ത് പറയുന്നത്? പോളാർ ഫോം അല്ലെങ്കിൽ പോളാർ ട്രിഗണോമെട്രിക് ഫോം. പോളാർ ട്രിഗണോമെട്രിക് ഫോം എന്ന് ഫോം ഓഫ് എ കോംപ്ലക്സ് നമ്പർ, ഓഫ് എ കോംപ്ലക്സ് നമ്പർ. ഇമ്പോർട്ടൻ്റ് ആണ്, പ്രോബ്ലംസ് ധാരാളമുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ആറിനെ എന്താ പറയുക? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ആറിനെയാണ് എന്ത് പറയുക? മോഡുലസ് എന്ന് പറയുന്നത് അല്ലേ, മോഡുലസ്. ആൻഡ് തീറ്റ ഈസ് കോൾഡ് ആർഗ്യുമെൻറ്റ്. ആർഗ് സെറ്റ് എന്ന് സിമ്പിളായിട്ട് അടയാളപ്പെടുത്തും, അല്ലെങ്കിൽ ഓർ ആംപ്ലിറ്റ്യൂഡ് എന്നും പറയും. അപ്പോൾ തീറ്റനെയാണ് എന്ത് പറയുക? ആർഗ്യുമെൻറ്റ് ഓർ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. ഓക്കെ, അതിന് വേണ്ടിയിട്ട് അത് ഇമ്പോർട്ടൻറ്റ് സെക്ഷനാണ്, പ്രോബ്ലംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഒരു 4 ഫിഗേഴ്സ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്, അതായത് എക്സ് വൈ ആക്സസ്. ഒന്നാമത്തെ നോക്കാം. നമുക്കറിയാം ഒരു കോംപ്ലക്സ് നമ്പറിനെ നമുക്ക് എക്സ് വൈ പ്ലെയിനിൽ അടയാളപ്പെടുത്താം എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്ലെയിനിന് പറയുന്ന പേരാണ് ആർഗണ്ട് പ്ലെയിൻ. ആ ഒരു ഡയഗ്രത്തെ നമുക്ക് എന്ത് പറയാം? ആർഗൺ ഡയഗ്രാം എന്നും പറയാം. അപ്പോൾ ഏതൊരു ക്വാഡ്രന്റിലാണ് കോംപ്ലക്സ് നമ്പർ എങ്കിലും നമുക്ക് എക്സ് വൈ ആക്സസിൽ അടയാളപ്പെടുത്താം. അപ്പോൾ ഇവിടെ നമ്മൾ ജനറൽ ആയിട്ടുള്ള ഒരു കോംപ്ലക്സ് നമ്പർ എടുക്കുകയാണ്, z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ രണ്ടും പോസിറ്റീവ് അല്ലേ, എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ്. അപ്പോൾ ആ പോയിന്റ് എവിടെയായിരിക്കും? ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. ജനറലായിട്ട് എടുക്കുക, ഫസ്റ്റ് ക്വാഡ്രന്റിലായിരിക്കും. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുക, അവിടെ നോക്കുക, ഇതാണ് z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നിങ്ങൾ പഠിച്ചു, ഈ ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ആ ദൂരത്തെയാണ് നമ്മൾ എന്ത് പറയാറുള്ളത്? അതിൻ്റെ മോഡുലസ് അല്ലെങ്കിൽ ലെങ്ത്. ഒറിജിനിൽ നിന്ന് സെഡിലേക്കുള്ള ഈ ദൂരം, അതിനെ സിംപ്ലി നമ്മളെ അടയാളപ്പെടുത്തുന്നത് ആറാണ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ്? ഇത് ആണ് ആംപ്ലിറ്റ്യൂഡ് അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ് ഓഫ് സെഡ്. അത് മേക്ക് ചെയ്യുന്നത് എക്സ് ആക്സിസും ആ പോയിൻറ്റും അല്ലെങ്കിൽ എക്സ് ആക്സിസും ആറും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ.
അതായത് എക്സ് ആക്സിസും ഈ പോയിന്റും കൂടെ മേക്ക് ചെയ്യുന്ന ഏത് ഡയറക്ഷനിൽ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഏത്? ആൽഫ. അതാണ് എന്ത്? ആർഗ്യുമെൻറ്റ് എന്ന് പറയാം. ആർഗ്യുമെൻറ്റ് ഓഫ് ദി കോംപ്ലക്സ് നമ്പർ. എങ്ങനെ നമുക്ക് ഒരു കോംപ്ലക്സ് നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആർഗ്യുമെൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? പോയിന്റിൽ നിന്ന് എക്സ് ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. എന്നിട്ട് നമുക്കറിയാം എക്സ് പ്ലസ് ഐ വൈ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അത് അടയാളപ്പെടുത്തുക? കോർഡിനേറ്റ് ആയിട്ടാണ്, എക്സ് വൈ. അപ്പോൾ ഒറിജിനിൽ നിന്ന് ഈ ദൂരം എക്സും ഇവിടുന്ന് ഇവിടേക്കുള്ള ദൂരം വൈയും ആണെങ്കിൽ അതാണ് ഓർഡേർഡ് പെയർ എക്സ് വൈ അല്ലേ? എക്സ് പ്ലസ് ഐ വൈ ആണ് നല്ല പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി നമുക്ക് കാണേണ്ടത് ആർഗ്യുമെൻ്റ് ആൽഫ കാണണം. അതിന് ടാൻ ആൽഫ കണ്ടാൽ പോരെ? ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു എന്ത് വരും? ടാൻ ആൽഫ, ഇതിൻ്റെ ടാന് നിങ്ങൾക്കറിയാം, ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഏതാ ഓപ്പോസിറ്റ് സൈഡ്? വൈ എ ബൈ എക്സ്, വൈ ബൈ എക്സ്. അത് നമ്മൾ മോഡുലസ് ആക്കിയിട്ടാണ്. ടാൻ ആൽഫ ഈസ് ഈക്വൽ ടു മോഡ് വൈ ബൈ എക്സ്. Therefore, alpha equal to tan inverse of mod y by x. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആർഗ്യുമെൻ്റ് കാണാൻ നമുക്ക് പ്രോബ്ലത്തിൽ കാണാതെ പഠിച്ചോളാം. ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് വൈ ബൈ എക്സ്. അപ്പോൾ ഈ കാര്യം നമ്മൾ പറഞ്ഞു. എക്സ് ആക്സിസും പോയിന്റും മേക്ക് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ആർഗ്യുമെൻ്റ് അല്ലേ? അതെ, ഇതിപ്പോൾ നമ്മളെ പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ ഇങ്ങനെയാണ് ആർഗ്യുമെൻ്റ് വരിക. ഇനി നമ്മുടെ പോയിന്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിലോ? സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് ഇവിടെ വരിക അല്ലേ? അപ്പോൾ എന്തായിരിക്കും സെഡ്? ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ് അല്ലേ? ഇതോ പോസിറ്റീവ് വൈ ആക്സിസ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് എക്സ് പ്ലസ് ഐ വൈ അല്ലേ? അപ്പോൾ അതിൻ്റെ കോർഡിനേറ്റ്സ് ഏതാ വരിക? മൈനസ് എക്സും വൈയും. അപ്പോൾ പോയിന്റിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഈ ദൂരം അതാണ് നമ്മുടെ എന്ത്? മോഡുലസ് ഓഫ് സെഡ്. സിംപ്ലി ആർന്ന് ഡിനോട്ട് ചെയ്യാം, മോഡ് സെഡ്. പിന്നെ നമുക്ക് അറിയാം എക്സ് ആക്സിസും ആ പോയിന്റും മേക്ക് ചെയ്യുന്ന ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. എങ്ങനെ? ഏതാണ് ഇതല്ലേ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഈ ഒരു ആംഗിളാണ് ആൽഫ, അല്ലെങ്കിൽ ആർഗ്യുമെൻ്റ്, അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ്. താഴേക്ക് പെർപെൻഡിക്കുലർ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇത് കോർഡിനേറ്റ്സ് മൈനസ് എക്സും വൈയും ആണെങ്കിൽ തീർച്ചയായിട്ടും ഇത് മൈനസ് നെഗറ്റീവ് എക്സ് അല്ലേ? കാരണം നെഗറ്റീവ് എക്സ് ആക്സിസിലെ പോയിന്റ് അല്ലേ? ഇതോ വൈ കോർഡിനേറ്റ്. therefore tan ആൽഫ കാണാനുള്ള ഇക്വേഷൻ ഇപ്പോൾ നമ്മൾ പഠിച്ചതന്നെ, മോഡ് വൈ ബൈ എക്സ്. therefore ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് വൈ ബൈ എക്സ്. ഇത് എപ്പോൾ? ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് പോയിന്റെങ്കിൽ, ഇതോ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് പോയിന്റെങ്കിൽ. ഇനി തേർഡ് ക്വാഡ്രൻറ്റിലാണ് പോയിന്റെങ്കിലോ? തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അപ്പോൾ കാണാതെ പഠിച്ചോളൂ. ആർഗ്യുമെൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ടാൻ ഇൻവേഴ്സ് ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് വൈ ബൈ എക്സ്. നെക്സ്റ്റ് വൺ, നമ്മുടെ പോയിന്റ്, നമ്മുടെ കോംപ്ലക്സ് നമ്പർ തേർഡ് ക്വാഡ്രൻറ്റിലാണെങ്കിലോ? നിങ്ങൾക്കറിയാം തേർഡ് ക്വാഡ്രൻറ്റിൽ ഇതും നെഗറ്റീവ്. therefore ജനറൽ പോയിന്റ് എന്തായിരിക്കും? മൈനസ് എക്സ് മൈനസ് ഐ വൈ. therefore ഇതിൻ്റെ കോർഡിനേറ്റ്സ് മൈനസ് എക്സും മൈനസ് വൈയും. ഇത് തീർച്ചയായിട്ടും എന്താണ്? മോഡുലസ് ആണ്. ഇനി നമ്മൾ എങ്ങനെ അടയാളപ്പെടുത്തുക? പെർപെൻഡിക്കുലർ എക്സ് ആക്സിസും പോയിന്റും കൂടി മേക്ക് ചെയ്യുന്ന ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലെ ആംഗിളാണ് ആൽഫ. ഇതിൻ്റെ കോർഡിനേറ്റ്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, മൈനസ് എക്സും മൈനസ് വൈയും ആണെങ്കിൽ ഇത് മൈനസ് എക്സ്, ഇത് മൈനസ് വൈ ആണല്ലോ, സംശയമില്ലല്ലോ. അടുത്തതും വരയ്ക്കാം. ഫോർത്ത് ക്വാഡ്രൻറ്റിലാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ നമുക്കറിയാം എക്സ് ആക്സിസും പോയിന്റും കൂടെ മേക്ക് ചെയ്യുന്ന ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഏത്? ആൽഫ. നമ്മൾ അടയാളപ്പെടുത്തി. ഇതാണ് നിങ്ങൾക്കറിയാം. ഇതിനെങ്ങനെയാണ്? ഇത് പോസിറ്റീവ് എക്സും ഇത് നെഗറ്റീവ് വൈ ആക്സിസും.
ദർഫോർ ഇതിന് പ്ലസ് എക്സും ഇതോ മൈനസ് വൈയും. ദർഫോർ നമുക്കറിയാം ഈ കോംപ്ലക്സ് നമ്പർ ഏതാ? z ഈസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ, എക്സും മൈനസ് വൈയും. ഇത് നമുക്കറിയാം മോഡുലസ് ആണ്, സിംപ്ലി ആർ. ഇത്രയും കാര്യങ്ങൾ നമുക്കറിയാവുന്നതാണ്. അവിടെയും നമ്മൾ എങ്ങനെ കാണുക? ആൽഫ ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് വൈ ബൈ എക്സ്. ഇത്രയും കാര്യങ്ങൾ. ഇതിപ്പോൾ ആർഗ്യുമെൻറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി ആർഗ്യുമെൻ്റ് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കുക, സീറോക്കും, അതായത് ഇത് നിങ്ങൾക്കറിയാം അക്യൂട്ട് ആംഗിളാണ്. ഇവിടെ വന്നാലും ഈ ആൽഫ അക്യൂട്ട് ആംഗിളാണ് അല്ലേ? സീറോക്കും പൈ ബൈ ടൂവിന് ഇടയിലായിരിക്കും. അതേപോലെ തന്നെ ഇവിടെയും വന്നപ്പോഴും അക്യൂട്ട് ആംഗിളാണ്, ഇവിടെയും അക്യൂട്ടാണ്. ഓക്കെ. ഇനി എന്താണ് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ? പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ നോക്കാം. പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ആ ആർഗ്യുമെൻ്റ് അല്ലെങ്കിൽ ആ ആംപ്ലിറ്റ്യൂഡ് കിടക്കുന്നത് എപ്പോഴും എവിടെയായിരിക്കും? മൈനസ് പൈക്കും പൈക്കും ഇടയിലായിരിക്കും. അതായത് തീറ്റയാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ തീറ്റ എപ്പോഴും കിടക്കുന്നത് എവിടെയായിരിക്കും? മൈനസ് പൈക്കും പൈക്കും ഇടയിലായിരിക്കും. അതായത് 0 to പൈ വരെ ഓക്കെ, കുഴപ്പമില്ല. അത് കഴിഞ്ഞാൽ പിന്നെ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലേക്ക് വരും. നോക്കാം എങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്ന തീറ്റ എന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഹിയർ പോസിറ്റീവ് എക്സ് ആക്സിസും ആ പോയിന്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഏത്? പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ്. അത് എപ്പോഴും കിടക്കുന്നത് ഏതിനിടയിലായിരിക്കും? മൈനസ് പൈ ലെസ് ദാൻ തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആണ്. അതായത് ഈ തീറ്റ എന്ന് പറയുന്നത് എപ്പോഴും ഏതിനിടയിലായിരിക്കണം? തീറ്റ ലെസ് ദാൻ ഓർ ഈക്വൽ ടു പൈ ആയിരിക്കണം. പൈക്ക് താഴെയോ മുകളിൽ പോകാൻ പാടില്ല, ഈക്വലോ ആവാം. അപ്പോൾ മാത്രമല്ല പോസിറ്റീവ് എക്സ് ആക്സിസും പോയിന്റും മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇതും പോയിന്റും മേക്ക് ചെയ്യുന്ന ആംഗിൾ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അതന്നെയാണ് ഹിയർ എന്ത്? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് തീറ്റ. അതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് പോയിന്റ് എങ്കിൽ ഒന്നും നോക്കാനില്ല, തീറ്റ ഈക്വൽ ടു എന്തായിരിക്കും? ആൽഫ. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റും ഈക്വൽ ആയിരിക്കും. ആർഗ്യുമെൻറ്റ് കാണാൻ നിങ്ങൾക്ക് അറിയാലോ, ആൽഫ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് വൈ ബൈ എക്സ്. അപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ തീർച്ചയായിട്ടും തീറ്റയും ആൽഫയും ഈക്വലാണ്. ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്. പോയിന്റ് എപ്പോഴും 0ക്കും പൈക്കും ഇടയിലാവണം. നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ടാമത്തെ ഫിഗർ. രണ്ടാമത്തെ ഫിഗറിൽ എന്താണ് ഇവിടെ പ്രത്യേകത? രണ്ടാമത്തെ ഫിഗറിൽ നമ്മുടെ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് പോസിറ്റീവ് എക്സ് ആക്സിസും പോയിന്റും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ കാണുക. ഏതാണ് ആംഗിൾ? ഇതാണ് പോയിന്റ്. പിന്നെ പോസിറ്റീവ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പോസിറ്റീവ് എക്സ് ആക്സിസ്, ഇതും മേക്ക് ചെയ്യുന്ന ആംഗിൾ. അപ്പോൾ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ. അതാണ് ഇവിടെ ഏത്? പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് തീറ്റ. അപ്പോൾ ഇതെങ്ങനെ കാണാം? നമുക്ക് ഈ ആംഗിൾ കാണണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇത്രയും ആംഗിൾ എന്താണ്? പൈ അല്ലേ? ആ പൈയിൽ നിന്ന് ഏത് കുറച്ചാൽ മതി? ഈ ആൽഫ കുറച്ചാൽ തീറ്റ കിട്ടൂലേ? therefore theta is equal to pi minus alpha. Theta is equal to pi minus alpha. അതാണ് സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് എങ്ങനെയാണ്? തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ആൽഫ. ആൽഫ കാണാൻ നമുക്കറിയാലോ, ടാൻ ഇൻവേഴ്സ് ഓഫ് മോഡ് വൈ ബൈ എക്സ്. മനസ്സിലായോ?
മൂന്നാമത്തെ ഫിഗർ എന്ന് പറഞ്ഞാൽ തേർഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ, തേർഡ് ക്വാഡ്രന്റിലാണ് നമ്മളെ പോയിന്റ് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ പോസിറ്റീവ് എക്സ് ആക്സിസും പോയിന്റും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഏത്? തീറ്റ. പക്ഷേ നമ്മൾ പറയുന്നുണ്ട് തീറ്റ ഏതിനേക്കാൾ കൂടാൻ പാടില്ല? പൈയിൽ കൂടാൻ പാടില്ല. ഇവിടെ പൈയും വരുന്നുണ്ട്, അതിൽ കൂടുതൽ ആൽഫയും വരുന്നുണ്ട് അല്ലേ? പൈ പ്ലസ് ആൽഫ അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ ആംഗിൾ എടുക്കാൻ പാടില്ല, തിരിച്ചെടുക്കുക. അതായത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇങ്ങനെ എടുക്കുക. ഇതായിരിക്കും എന്ത്? ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ പ്രത്യേകത എന്താ? തീറ്റ നെഗറ്റീവായിരിക്കും കേട്ടോ. തീറ്റ നെഗറ്റീവായിരിക്കും. ആദ്യം തീറ്റ കണ്ടുപിടിക്കുക. ഇതാണ് തീറ്റ എങ്കിൽ ഈ തീറ്റ എങ്ങനെ കാണുക? ഇത് മൊത്തം പൈ അല്ലേ? അപ്പോൾ ആ പൈ എഴുതുക. പൈയിൽ നിന്ന് ഏതാ കുറയ്ക്കേണ്ടത്? ആൽഫ കുറച്ചാൽ പോരെ? പൈ മൈനസ് ആൽഫ. ഏത് കുറച്ചാൽ മതി? പൈ മൈനസ് ആൽഫ. പക്ഷേ ഡയറക്ഷൻ തീറ്റ എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തീറ്റ പോസിറ്റീവ് ആവില്ല. തീറ്റ എപ്പോഴും എന്തായിരിക്കും? നെഗറ്റീവായിരിക്കും. ദെർഫോർ തീറ്റ ഈക്വൽ ടു നെഗറ്റീവ് ആയതുകൊണ്ട് പുറത്ത് മൈനസ് ഇട്ട് കൊടുക്കുക. പൈ മൈനസ് ആൽഫ മൈനസ് ഓഫ് പൈ മൈനസ് ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് പൈ പ്ലസ് ആൽഫ. തീറ്റ എന്ന് പറയുന്നത് എന്താവും? മൈനസ് പൈ പ്ലസ് ആൽഫ. അപ്പോൾ തേർഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് എങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? തീറ്റ ഈക്വൽ ടു മൈനസ് പൈ പ്ലസ് ആൽഫ. ഓക്കെ, നാലാമത്തെ ഫിഗർ നോക്കുക. നാലാമത്തെ ക്വാഡ്രന്റിലാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ, നാലാമത്തെ ക്വാഡ്രന്റിലാണ് നമ്മുടെ കോംപ്ലക്സ് നമ്പർ എങ്കിൽ എങ്ങനെ നമുക്ക് പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് കാണാം? പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് സാധാരണ പോസിറ്റീവ് എക്സ് ആക്സിസും പോയിന്റും കൂടെ മേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ തീറ്റ പറ്റില്ല, കാരണം ഇത് പൈനേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കുക. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഏതാ വരിക? കാരണം ഇത് പൈനേക്കാൾ കൂടുതലാണ്, അങ്ങനെ ആവാൻ പാടില്ല. അപ്പം നമുക്ക് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തീറ്റ എങ്ങനെയും പോസിറ്റീവ് എക്സ് ആക്സിസും പോയിന്റും കൂടെ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്തെന്നെ വരിക? ഇതന്നെ വരിക. ഇത് ആൽഫയാണെങ്കിൽ ഇതന്നെ വരിക എന്ത്? തീറ്റ അല്ലേ? പോസിറ്റീവ് എക്സ് ആക്സിസും പോയിന്റും കൂടെ മേക്ക് ചെയ്യുന്ന പ്രിൻസിപ്പൽ ആർഗ്യുമെന്റ് പറഞ്ഞാൽ തീറ്റ പറഞ്ഞാൽ ഇതന്നെ വരും. പക്ഷേ തീറ്റ നെഗറ്റീവാണ്, കാരണം ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. പക്ഷേ ഇത് ആൽഫ തന്നെയല്ലേ? അപ്പോൾ തീറ്റ ഈക്വൽ ടു ആൽഫ എന്ന് മാത്രമല്ല വരിക, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയതുകൊണ്ട് മൈനസും കൂടെ വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രിൻസിപ്പൽ ആർഗ്യുമെൻറ്റിൽ പഠിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാം. We define the angle alpha as the acute angle made by the line joining the point representing the complex number not lying on the x-axis. Okay, and the origin with the x-axis. Since alpha is an acute angle which lies in open interval 0 pi by 2, then tan alpha is equal to mod y by x. The following figure shows the corresponding principal argument theta and the acute angle alpha for the complex number z which lies in the interval minus pi less than theta less than or equal to pi. ഇത് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ കാണാതെ പഠിക്കേണ്ടത് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കാണാതെ പഠിക്കുക. അതായത് പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ്, അതായത് നമുക്ക് തന്നിട്ടുള്ള കോംപ്ലക്സ് നമ്പർ ഫസ്റ്റ് ക്വാഡ്രന്റിലാണെങ്കിൽ പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എങ്ങനെ കാണാം? പ്രിൻസിപ്പൽ ആർഗ്യുമെൻ്റ് എങ്ങനെ കാണാം? തീറ്റ ഈക്വൽ ടു ആൽഫ. സെക്കൻഡ് ക്വാഡ്രന്റിലാണെങ്കിലോ തീറ്റ ഈക്വൽ ടു പൈ മൈനസ് ആൽഫ. തേർഡ് ക്വാഡ്രന്റിലാണെങ്കിലോ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ വന്നിരുന്നത്? മൈനസ് പൈ പ്ലസ് ആൽഫ. ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിലോ തീറ്റ ഈക്വൽ ടു മൈനസ് ആൽഫ.
ഇത് കാണാതെ പഠിക്കുക, പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യേണ്ടതാണ്. അടുത്തത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ആണ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുണ്ട് സോൾവ് ചെയ്യാൻ അല്ലേ. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും ഇവിടെ ഇല്ല. ഓക്കെ, നമുക്ക് കിട്ടുന്ന റൂട്ട്സ് ചിലപ്പോൾ കോംപ്ലക്സ് ആവും, ചിലപ്പോൾ റിയൽ റൂട്ട്സ് ആവും, അങ്ങനെയുള്ള പ്രത്യേകതകൾ മാത്രമേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളെ സെയിം പ്രൊസീജിയർ നിങ്ങൾക്കറിയാം. ദ്വിമാന സമവാക്യങ്ങൾ സോൾവ് ചെയ്യാൻ അല്ലേ. എങ്ങനെയായിരുന്നു? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a വെച്ചിട്ട് നമുക്ക് റൂട്ട്സ് കാണാം. അപ്പോൾ ഇവിടെ ഒന്ന് നോക്കുക. ജനറൽ ഫോം ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഈസ് ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0. a നോട്ട് ഈക്വൽ ടു 0 ആവണം അല്ലേ. a b c ആർ റിയൽ നമ്പേഴ്സ്. The values of x that make a quadratic equation true is called its roots or solutions. അതൊക്കെ നിങ്ങൾക്കറിയാം. അതായത് എക്സിന് ഇതിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ എക്സിൻ്റെ വിലകളെയാണ് എന്ത് പറയുക? റൂട്ട്സ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് എന്ന് പറയാം. ബി സ്ക്വയർ മൈനസ് 4 ഇത് നിങ്ങൾ കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ വരുന്നതാണ്. എന്നാലും ജസ്റ്റ് ഞാനൊന്ന് പറയാം. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ വി ഗെറ്റ് 2 സൊല്യൂഷൻസ് ഗിവൺ ബൈ എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. അതായത് ബി സ്ക്വയർ ഡിസ്ക്രിമിനൻ്റ് എന്നാണ് പറയുക. വിവേചകം അത് 0ക്കാൾ വലുതാണെങ്കിൽ നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടും. അതെങ്ങനെ കാണുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, എക്സ് ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac 0 ആണ് കിട്ടുന്നതെങ്കിൽ 2 സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. പക്ഷേ രണ്ടും ഈക്വൽ ടു എന്തായിരിക്കും? മൈനസ് ബി ബൈ 2a ആയിരിക്കും. ഇഫ് ബി സ്ക്വയർ മൈനസ് 4ac ലെസ് ദാൻ 0 ആണെങ്കിൽ നമുക്ക് 2 സൊല്യൂഷൻസ് കിട്ടും. പക്ഷേ വിച്ച് ആർ കോംപ്ലക്സ് നമ്പേഴ്സ്. റിയൽ റൂട്ട്സ് അല്ല കിട്ടുക. എന്താ കിട്ടുക? കോംപ്ലക്സ് റൂട്ട്സ് ആണ്. ഇത് കാണാതെ പഠിക്കൊന്നും വേണ്ട. ഈ ഫോമിൽ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി പ്രോബ്ലം വരുമ്പോൾ പറയാം. ഓക്കെ, ബി സ്ക്വയർ മൈനസ് 4ac-നെയാണ് നമ്മൾ എന്ത് പറയുക? ഡിസ്ക്രിമിനൻ്റ് ഓഫ് ദി ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഓക്കെ, ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, പ്രോബ്ലംസ് ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. എന്താണ്? ഒരു കോംപ്ലക്സ് നമ്പർ തന്നാൽ, ഇത് പുതിയ സെക്ഷനാണ്, 2 വർഷമായിട്ട് ആഡ് ചെയ്തതാണ്. സ്ക്വയർ റൂട്ട് ഓഫ് എ കോംപ്ലക്സ് നമ്പർ. അത് ജസ്റ്റ് ഒരു സ്റ്റഡി ടിപ്പ് മാത്രമേ ഉള്ളൂ. ബാക്കി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറയാം. സ്റ്റഡി ടിപ്പായിട്ട് റൂട്ട് ഓഫ് എ, അതായത് ഒരു കോംപ്ലക്സ് നമ്പറിൻ്റെ ഫോം നിങ്ങൾക്കറിയാം, a പ്ലസ് ib അല്ലെങ്കിൽ a മൈനസ് ib. അതിൻ്റെ സ്ക്വയർ റൂട്ട്, അതായത് റൂട്ട് ഓഫ് എ പ്ലസ് ഓ മൈനസ് ib എന്ന് പറയുന്നത് ഏതിനോട് ഈക്വൽ ആണ്? പ്ലസ് ഓ മൈനസ് ഓഫ് റൂട്ട് ഓഫ് മോഡ് z പ്ലസ് എ ഡിവൈഡ് ബൈ 2 പ്ലസ് ഓ മൈനസ് i ഇൻറ്റു റൂട്ട് ഓഫ് മോഡ് z മൈനസ് എ ഡിവൈഡ് ബൈ 2 ഇതിനോട് ഈക്വൽ ആണ്. അവസാനം നമുക്കൊന്ന് കൺഫേം ചെയ്യാം. ഓക്കെ, അങ്ങനെ ചാപ്റ്റർ അവസാനിച്ചു.